കൈപ്പത്തിയിലെ മണ്ഡലങ്ങൾ ഹസ്തരേഖാ പഠനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൈയിലെ മണ്ഡലങ്ങൾ. ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളെന്ന് ജ്യോതിഷത്തിൽ പറയുന്നതുപോലെ ഒരു വ്യക്തിയുടെ കൈപ്പത്തിയിലെ മധ്യബിന്ദുവിനു ചുറ്റുമായി 7 മണ്ഡലങ്ങളാണുള്ളത്. ഈ 7 മണ്ഡലങ്ങൾക്കും 7 ഗ്രഹങ്ങളുടെ പേര് നൽകിയിരിക്കുകയാണ്. 7 ഗ്രഹങ്ങൾ ഭൂമിയെ വലം വയ്ക്കുന്നതായുള്ള ജ്യോതിഷ സങ്കല്പത്തെ ആധാരമാക്കി കൈവെള്ളയുടെ മധ്യബിന്ദു, ഇതിന് 2ാം ഹൃദയമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. കൈവെള്ളയുടെ മധ്യബിന്ദുവിനു ചുറ്റും ഇവയ്ക്ക് സ്ഥാനം നൽകിയിരിക്കുന്നു. പെരുവിരലിൻ്റെ താഴെ ശുക്രമണ്ഡലം, അതിനു മുകളിലായി ചൊവ്വാമണ്ഡലം. ചൊവ്വയ്ക്ക് 2 സ്ഥാനമുണ്ട്. ശുക്രമണ്ഡലത്തിനും വ്യാഴമണ്ഡലത്തിനുമിടയിലുള്ളത് മുകളിലെ ചൊവ്വാമണ്ഡലമെന്നും ബുധമണ്ഡലത്തിനും ചന്ദ്രമണ്ഡലത്തിനുമിടയിലുള്ള സ്ഥാനത്തിന് താഴെ ചൊവ്വാമണ്ഡലമെന്നും പറയുന്നു. ചൂണ്ടുവിരലിനു താഴെയായി വ്യാഴമണ്ഡലം, നടുവിരലിൻ്റെ താഴെയായി ശനിമണ്ഡലം, മോതിരവിരലിനു താഴെയുള്ള സൂര്യമണ്ഡലം, ചെറുവിരലിനു താഴെയുള്ള ബുധമണ്ഡലം, ശുക്രമണ്ഡലത്തിൻ്റെ എതിർഭാഗത്തായി താഴെ ചൊവ്വാമണ്ഡലത്തിനും കീഴിലായുള്ള ചന്ദ്രമണ്ഡലം എന്നിങ്ങനെയാണ് അവയുടെ സ്ഥാനം. യവന വിശ്വാസത്തിലാണ് ഓരോ ഗ്രഹത്തിനും ഓരോ ദേവന്മാരെ കണ്ടെത്തി അവയ്ക്ക് ഓരോ ശക്തിവിശേഷം നൽകിയിട്ടുള്ളത്. അത് ഭാരത ജ്യോതിഷത്തിലും ഏതാണ്ട് അതേപടി ആവർത്തിക്കുകയായിരുന്നു. ഹസ്തരേഖാശാസ്ത്രവും ഈ ഗ്രഹങ്ങളുടെ ശക്തിവിശേഷങ്ങളെ കൈവെള്ളയിലെ അവയുടേതായ മണ്ഡലങ്ങളിൽ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനനുസരിച്ച് ഓരോ മണ്ഡലത്തിനുമുള്ള പ്രവർത്തന മേഖലയും സവിശേഷതകളും ഇതൊക്കെയാണ്. ശുക്രൻ സ്നേഹം, ഇന്ദ്രിയ കാര്യങ്ങൾ, അഭിനിവേശം, താൽപ്പര്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ചൊവ്വ ശക്തി, ബുദ്ധിവൈഭവം, കരുത്ത് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ബുധൻ മാനസികാവസ്ഥ, ശാസ്ത്രം, വ്യാപാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. വ്യാഴം അധീശത്വം, അധികാരം, ലക്ഷ്യബോധം, ഈശ്വരചിന്ത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. സൂര്യൻ ഫലപ്രാപ്തി, വിജയം, കർമ്മരംഗം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ശനി ധനം, സമ്പത്ത്, ഗൗരവപൂർവമായ പ്രവർത്തികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ചന്ദ്രൻ കാൽപ്പനികത, സങ്കല്പങ്ങൾ, ഒരുമിച്ചു ചേരൽ, സമാധാനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനവും നിലയും സംബന്ധിച്ചുണ്ടാകുന്നതായി ജ്യോതിഷത്തിൽ പറയുന്ന സ്വാധീനം ഇവിടെ ഓരോ വ്യക്തിയുടെയും കൈപ്പത്തിയിലെ അതതു ഗ്രഹമണ്ഡലങ്ങളുടെ നിലയിൽ നമുക്ക് കാണാൻ കഴിയും. സൂര്യന് ആധിപത്യം കൂടുതലുള്ള രാശിയിൽ ജനിച്ചയാളിന് അയാളുടെ സൂര്യമണ്ഡലം വളരെ വികസിതവും ശുഭകരവുമായ രേഖകളോട് കൂടിയതുമായി കാണാൻ സാധിക്കും. ജ്യോതിഷത്തിലെ അപഗ്രഥത്തിന് ഹസ്തരേഖാശാസ്ത്രത്തിൽ ധാരാളം സമാനതകൾ കാണാൻ കഴിയും. ഇനി ഓരോ മണ്ഡലത്തിൻ്റെയും നിലകളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് കടക്കാം. 1. വ്യാഴമണ്ഡലം. ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്നതാണ് വ്യാഴമണ്ഡലം. വളരെ വികസിതമായ വ്യാഴമണ്ഡലം മറ്റുള്ളവരുടെ മേൽ അധീശത്വം നേടാനോ അധികാരസ്ഥാനങ്ങളിൽ ആരോഹണം ചെയ്യാനോ ഉള്ള വാസന കാണിക്കുന്നു. ഒരു നിശ്ചിത ലക്ഷ്യം നേടാനുള്ള തീവ്രമായ ശ്രമത്തെയും ഇത് സൂചിപ്പിക്കുന്നു. വിസ്തൃതമായ വ്യാഴമണ്ഡലം ഈശ്വരാധീനത്തിൻ്റെയും ലക്ഷണമാണ്. എന്നാൽ വ്യാഴമണ്ഡലത്തിൻ്റെ സദ്ഗുണങ്ങൾ പ്രകടമാകുന്നത് ആയുർരേഖ തെളിഞ്ഞും മുറിവുകൾ ഇല്ലാതെയും സ്ഥിതി ചെയ്യുമ്പോഴാണ്. ആയുർരേഖയിൽ കറുത്ത പുള്ളികളോ ഖണ്ഡനങ്ങളോ ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ രേഖ അവ്യക്തമായിരിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. മറിച്ച് വ്യാഴമണ്ഡലം പുഷ്ടിപ്പെട്ടിരുന്നാൽ പോലും അത്തരമൊരു സാഹചര്യത്തിൽ പൊങ്ങച്ചവും പ്രയോജനരഹിതമായ പരിശ്രമങ്ങളുമായിരിക്കും ഫലം. ദൈവാധീനം തീരെ ഉണ്ടായിരിക്കുകയുമില്ല. വ്യാഴമണ്ഡലം മെച്ചപ്പെട്ടിരിക്കുന്നവർ ജന്മന ധൈര്യശാലികളും ഏതു വെല്ലുവിളികളും ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുമായിരിക്കും. ഉയർന്ന ആദർശനിഷ്ഠയും സത്യസന്ധതയുമുള്ള ഇക്കൂട്ടർ ഏറ്റെടുക്കുന്ന ജോലിയിൽ പൂർണ്ണമായ അർപ്പണബോധത്തോടു കൂടിയ പരിശ്രമം നടത്തും. വ്യാപാരാദികളിൽ
താൽപ്പര്യമുള്ള ഇക്കൂട്ടർ തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഏതു പരിധിവരെ പോകാനും തയ്യാറാണ്. എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും അവരുടെ ഉദ്യമത്തിൽ നിന്നും അവർ പിന്മാറുന്ന പ്രശ്നമില്ല. വ്യാഴമണ്ഡലം പുഷ്ടിപ്പെട്ടിരിക്കുന്നവർ ശാരീരികമായി ആകർഷണീയത ഉള്ളവരായിരിക്കും. ശരാശരി ഉയരം, ഇളം നിറം, തെളിഞ്ഞ കണ്ണുകൾ, മാംസളമായ ശരീരം, ദൃഢമായ കാലുകൾ തുടങ്ങിയവ ഇവരുടെ പ്രത്യേകതകളാണ്. വിഷയസുഖം കാംക്ഷിക്കുന്ന കാര്യത്തിൽ മുൻപന്മാരായ ഇവർ ഭക്ഷണപ്രിയരുമാണ്. ആരോഗ്യപരമായി ജീവിതത്തിൻ്റെ ആദ്യ പകുതി നല്ലതാണെങ്കിലും രണ്ടാമത്തെ പകുതി പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടണമെന്നുള്ളതാണ്. തികഞ്ഞ ആഢ്യത്വമുള്ള ഇവർ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാൻ സാധ്യതയുള്ളവരാണ്. ഉയർന്ന പദവികളിലും നേതൃനിരയിലും നല്ലതുപോലെ ശോഭിക്കാൻ ഇവർക്ക് കഴിയും. നാലാൾ കൂടുന്നിടത്ത് കേമൻ എന്ന് പലപ്പോഴും ഇവരെപ്പറ്റി പറയാൻ കഴിയും. വഞ്ചനയും ചതിയും ലവലേശം തീണ്ടാത്ത ഇക്കൂട്ടർ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നതിലും പരോപകാരം ചെയ്യുന്നതിലും തൽപരരാണ്. മതപരമായി ഉയർന്ന വിശ്വാസങ്ങളും യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളും ഇവർ വെച്ചുപുലർത്തും. വ്യാഴമണ്ഡലത്തിൻ്റെ നീചാവസ്ഥ വളരെ ദയനീയമാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ പരാജയം, നേതൃത്വ വാസനയില്ലായ്മ, അപകർഷതാബോധം, വഞ്ചന, കുതന്ത്രങ്ങൾ, ദുർമാർഗങ്ങൾ തുടങ്ങിയവ അവരുടെ പ്രവൃത്തിയിലുടനീളം കാണാനാകും. വ്യാഴമണ്ഡലത്തിലെ അടയാളങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴമണ്ഡലത്തിൽ കുറുകെ കാണുന്ന ചെറുരേഖകൾ അടിക്കടി ഉണ്ടാവുന്ന പരാജയങ്ങളെ സൂചിപ്പിക്കുന്നു. വ്യാഴമണ്ഡലത്തിൽ പുള്ളി ഉണ്ടാകുന്നത് കഷ്ടനഷ്ടങ്ങൾക്കും മാനഹാനിക്കും ഇടവരുത്തും. എന്നാൽ വ്യാഴമണ്ഡലത്തിൽ കുരിശ് കാണപ്പെടുന്നത് ശുഭ സൂചകമാണ്. വൈവാഹിക ജീവിതവും ഉദ്യോഗലബ്ധിയും ഇതുമൂലം ഉണ്ടാകും. രണ്ടും ഏറെക്കുറെ ഒരുമിച്ച് തന്നെ നടക്കും. നക്ഷത്ര ചിഹ്നം വ്യാഴമണ്ഡലത്തിൽ കാണുന്നത് ഏറ്റവും നല്ലതാണ്. ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന അഭിലാഷം പൂർണ്ണമായി സാക്ഷാത്കരിക്കും. വ്യാഴമണ്ഡലത്തിലെ ചതുരം സാമൂഹ്യ കാര്യങ്ങളിലെ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുടെ കൈകളിൽ ഇത് സാധാരണയാണ്. വൃത്തം കണ്ടാൽ വാഹനയോഗമോ മത്സരത്തിൽ ഉയർന്ന വിജയമോ ഫലം. അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണിത്. വ്യാഴമണ്ഡലത്തിലെ ത്രികോണം കൂർമ്മബുദ്ധിയും തന്ത്രവും വഴിയുള്ള വിജയത്തെ സൂചിപ്പിക്കുന്നു. വ്യാഴമണ്ഡലത്തിൽ ഒരു ദ്വീപ് അടുത്ത ബന്ധുവിൻ്റെ മരണമോ ബന്ധുമൂലമുണ്ടാകുന്ന വിപത്തോ കാണിക്കുന്നു. വ്യാഴമണ്ഡലത്തിൽ നിരവധി ചെറുരേഖകൾ വ്യാഴമണ്ഡലത്തിലെ ത്രികോണം കൂർമ്മബുദ്ധിയും തന്ത്രവും വഴിയുള്ള വിജയത്തെ സൂചിപ്പിക്കുന്നു. വ്യാഴമണ്ഡലത്തിൽ ഒരു ദ്വീപ് അടുത്ത ബന്ധുവിൻ്റെ മരണമോ ബന്ധുമൂലമുണ്ടാകുന്ന വിപത്തോ കാണിക്കുന്നു. വ്യാഴമണ്ഡലത്തിൽ നിരവധി ചെറുരേഖകൾ നെടുകയും കുറുകയും വല പോലെ കാണുന്നത്, അതായത് വലയം പോലെ കാണുന്നത് നല്ലതല്ല. ഇതുമൂലം അപകീർത്തി, അന്ധവിശ്വാസം, ഡംപ് എന്നിവയ്ക്ക് ഇടയാകും. ബാക്കിയുള്ളവ അടുത്ത പാർട്ടിൽ.